നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് 3 വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കാം. അതെ. ഒന്ന്, നിങ്ങളുടെ വീണ ജോർജ്, നിങ്ങളുടെ സ്വന്തം അതെ. മന്ത്രി. 2, പ്രതിഭഹാരി. പ്രതിഭാരി. 3, ശ്രീലേഖയുടെ അഭിമുഖവും അത് സംബന്ധിച്ച വിവാദങ്ങളും. 3 സ്ത്രീകളെ 3 സ്ത്രീകൾ. സ്ത്രീ വിരുദ്ധമല്ല. അതെ അതെ, നമ്മള് സ്ത്രീകളുടെ ഇന്നിപ്പം ലൈം ലൈറ്റിൽ ഇവർ 3 പേരാണ് 3 പേര്. അപ്പം ഈ ദിവസം. പത്തനംതിട്ടയുടെ മന്ത്രി എന്ന നിലയിൽ പത്തനംതിട്ടക്കാരനായ വിശാഖം പറയൂ, എന്താണ് വീണ ജോർജിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ ജോർജിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വീണ ജോർജിന് പാർട്ടിയുടെ സഹായം ആവശ്യമില്ല എന്നൊരു തോന്നൽ വന്നു. അതേ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ, ജില്ലയിലെ മുതിർന്ന നേതാവാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ചുമതല, ആറന്മുള നിയോജക മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള ചുമതല അദ്ദേഹം. ഈ ഓമല്ലൂർ ശങ്കരൻ 2016 വീണയ്ക്ക് പകരം സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്ന ആളല്ലേ? അദ്ദേഹമാണ് അവിടെ നോക്കിയിരുന്നത്. അന്നേരമാണ് എന്തായാലും തോക്കും, എന്നാ പിന്നെ വീണയെ പരീക്ഷിക്കാമെന്നുള്ള നിലയിൽ ഇവർ കൊണ്ടുവന്നത്. ഈ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയൊക്കെ കിട്ടും എന്നുള്ള രീതി. അത് വീണയുടെ ഹസ്ബൻഡ് തന്നെയാണ് അന്ന് പ്രപ്പോസൽ വെച്ചതും. അന്ന് അയാൾ സഭയുടെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. സെക്രട്ടറി ആയി അത് കഴിഞ്ഞു, സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് 2016 ആ സമയത്ത്. അപ്പൊ അന്ന് ഈ ഓമല്ലൂർ ശങ്കരന്റെ ആളുകളെല്ലാം കൂടി ഒരു പ്രകടനം നടത്തും. അത് വലിയ രസമാണ്. ഓമല്ലൂർ എന്ന് പറയുന്നത്, ഞാൻ ഓമല്ലൂരാണ് താമസിക്കുന്നത്. ഓമല്ലൂർ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആൾക്കാരെല്ലാം കൂടി അവിടെ പ്രകടനം നടത്തി. പ്രകടനം നടത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവർക്കെല്ലാം താക്കീതും ശിക്ഷയൊക്കെ കൊടുത്തു ലോക്കൽ കമ്മിറ്റി. ഓമല്ലൂർ ശങ്കരന് മാത്രം ശിക്ഷ ഉണ്ടായില്ല, അദ്ദേഹം പാർട്ടിയിൽ തുടരുകയും ചെയ്തു. പക്ഷെ അത് നല്ല ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പാർട്ടിയിലെ ഇത്രയും മുതിർന്ന ഒരു നേതാവ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ പെട്ടെന്ന് ഒരാളെ കെട്ടിയിറക്കുന്നതിനോട് അന്ന് കോൺഗ്രസ്സുകാരിയായിരുന്നു അവർ ആ സമയം വരെ. ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്നാണ് ഞാൻ കേട്ടുള്ളത്. ആരാ ഈ ജോർജി ജോസഫ്? അല്ല, ഇവരും എന്തോ കോൺഗ്രസ് ബന്ധമുള്ള. ഇവരുടെ അമ്മ അവിടെ കൗൺസിലറായിരുന്നു, കേരള കോൺഗ്രസിലായിരുന്നു. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് ശരിക്കും സർപ്രൈസ് സ്ഥാനാർത്ഥികൾ എന്നും ആറന്മുളയിൽ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം 96 MV രാഘവനാണ് വന്നത്. സുരക്ഷിത മണ്ഡലം തേടി വന്നതാണ്. അദ്ദേഹം കഴക്കൂട്ടത്ത് നിന്നാണെന്ന് തോന്നുന്നു അന്ന് അങ്ങോട്ട് വരും. കഴക്കൂട്ടത്ത് മത്സരിച്ച് ജയിച്ച ശേഷം പുള്ളി അന്ന് ഓരോ തവണ ഓരോ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 96 സുരക്ഷിത മണ്ഡലം തേടി വന്നപ്പോൾ അവിടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയാക്കി CPM ഇറക്കിയത് കടമനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹം ജയിച്ചു. എന്നാൽ തൊട്ടടുത്ത വർഷം അവര് കടമനിട്ട രാമകൃഷ്ണനെ ഇറക്കിയില്ല, പത്മകുമാറാണ് അവിടെ ഇറങ്ങുന്നത്. പത്മകുമാർ ഇപ്പൊ അകത്തായ. അപ്പൊ കടമനിട്ട രാമകൃഷ്ണൻ അവരെന്ത് ചെയ്തു? അടൂർ പ്രദേശത്ത് തോപ്പിക്കാൻ വേണ്ടി കോന്നി കൊണ്ടുപോയി. കോന്നിയില് കടമനിട്ട രാമകൃഷ്ണൻ തോറ്റുപോയി. അപ്പൊ അങ്ങനെ ഓരോ സീറ്റ് പത്മകുമാറും തോറ്റുപോയി. മാലയത്ത് സർലാദേവി തോറ്റു. പത്മകുമാർ ഒരു തവണ ജയിച്ചിട്ടുള്ളൂ കോന്നിയിൽ നിന്ന്, കന്നി അംഗത്തിൽ. അതൊരു 1000 വോട്ടിന് താഴെ ജയിച്ചു. അതിനുശേഷം പിന്നീട് പുള്ളി 2 തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് പുള്ളിക്ക് അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടി സംവിധാനത്തിനനുസരിച്ചല്ല വീണ ജോർജ്. വീണയ്ക്ക് വീണയുടേതായ സംവിധാനം ഉണ്ടോ? പുള്ളിക്കാരിക്ക് അവരുടേതായിട്ടുള്ള ഒരു PR ഏജൻസി. അവർ പാർട്ടിയോട് സഹകരിക്കുന്നില്ല, പാർട്ടിയെ അവർ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടിക്കാരുടെ ആക്ഷേപം. അപ്പോ ഈ ഓമല്ലൂർ ശങ്കരൻ രാജിവെച്ചത് എന്താ? അയാളുടെ പുറത്ത് ബ്ലെയിം വരും, തോൽവി. അത് 1-2 കാരണമുണ്ട്. വീണ ജോർജിനെതിരായിട്ടുള്ള ഒരു പ്രധാന അലിഗേഷൻ അല്ല, സത്യമാണ്, ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നുള്ളതാണ്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയാലും ശരി, പാർട്ടിയിലെ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗമോ ലോക്കൽ സെക്രട്ടറിയോ ഏതെങ്കിലും ഒരു ഘടകത്തിനാണെങ്കിലും ഇവരെ ഫോണിൽ കിട്ടാറില്ല എന്നുള്ളത് സത്യമാണ്. അത് മാധ്യമപ്രവർത്തകരെ വിളിച്ചാലും ഫോൺ എടുക്കാറില്ല ആളല്ല. അപ്പം അതൊരു വിഷയം. 2, വീണ ജോർജിന് ഉണ്ടായിരുന്ന ആ ഒരു മേൽക്കൈ നഷ്ടമായി. 2ാം തവണയായപ്പോഴത്തേക്ക് അവർ മേൽക്കൈ ഉണ്ടാക്കിയെടുത്തു. ആ ഒരു മേൽക്കൈ നഷ്ടമായി. പിന്നീട് ഈ സമകാലിക സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പൊ അവരെ ബാധിച്ചു. ഈ മറ്റേ കഴുത്തുളുക്ക്, വ്യാജ കഴുത്തുളുക്കി കാണും. KSUക്കാർ അടിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോഴാണല്ലോ ഇത് വ്യാജമാണ്. അത് ഒരു വിഷയം. പിന്നെ കഴിഞ്ഞ ദിവസം പ്രസ് ക്ലബിൽ നടന്ന ചർച്ചയിൽ ഒരു മറുപടി പോലും പറയാൻ സാധിക്കാതെ പ്രതിമ പോലെ ഇരിക്കേണ്ടി വന്നു. അത് ഒരു വിഷയം. പിന്നെ മുഖ്യമന്ത്രിയുടെ ആ പ്രയോഗം ജില്ല ഭയങ്കരമായിട്ട് ഏറ്റിട്ടു. ഈ വീട്ടിൽ പോയി പറയടാന്നുള്ളത് അത് ഒരു വേവായി. അതിനകത്ത് ഒരു തരംഗം വന്നിട്ടുണ്ട്. ഈ മൊത്തത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഒരു കോൺസെൻട്രേഷൻ. ഇപ്പം ഡെപ്യൂട്ടി സ്പീക്കർ മത്സരിക്കുന്നില്ല, പിന്നെ മന്ത്രിസഭയിലെ ഒരു അംഗം എന്ന നിലയിൽ വീണ ജോർജാണ് ആ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത്. പക്ഷെ വീണയുടെ കൂടെ ജില്ലാ സെക്രട്ടറി പോലും വന്നില്ല നോമിനേഷൻ കൊടുക്കാൻ. ജില്ലാ സെക്രട്ടറി ഇല്ലായിരുന്നു. അതുപോലെ ഈ പറയുന്ന ഓമല്ലൂർ ശങ്കരനൊക്കെ ഇതിന്റെ ബാക്കിലായിപ്പോയി നോമിനേഷൻ കൊടുക്കുന്നത്.
ഘടകകക്ഷി നേതാക്കളെല്ലാം ഫ്രണ്ടിൽ വന്നു. CPM ഏരിയ സെക്രട്ടറി, പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ഉണ്ടായിരുന്നു. പിന്നെ സക്കീർ ഹുസൈൻ ജില്ലാ കമ്മിറ്റി അംഗം. സക്കീർ ഹുസൈനും വീണ ജോർജുമായിട്ടുള്ള തമ്മിലടി അവിടെ നാട്ട് മുഴുവൻ പ്രശസ്തമാണ്. അപ്പൊ അവരൊക്കെ പിന്നിലേക്ക് മാറി. മൊത്തത്തിൽ ഈ CPM ഒരു അസംതൃപ്തിയുണ്ട് ആറന്മുള മണ്ഡലത്തിൽ. അത് നന്നായിട്ടുണ്ട്. അത് ചില ഭാഗങ്ങളിൽ മാത്രമാണ് വീണയ്ക്ക് സപ്പോർട്ട് വരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം നല്ല അവിടുത്തെ മുസ്ലിം വോട്ട് നന്നായിട്ടില്ലേ? അവിടെ ഒരു പരിധി വരെ ഉണ്ടല്ലോ. നല്ല ടൗണിൽ നല്ല മുസ്ലിം വോട്ടുണ്ട്. ആ വോട്ട് അവർക്ക് അനുകൂലമായിരിക്കത്തില്ലല്ലോ എന്നാണ് ഇത്തവണ വന്നിരിക്കുന്ന ഒരു വലിയ ഒരു നമുക്കെല്ലാം അത് അറിയാവുന്ന. അതിന് 1-2 കാരണമുണ്ട്. ഒന്ന്, ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടയ്ക്ക് ഒരു മനോരമയുടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് വിശകലനത്തിനകത്ത് വന്നു. അതിലൊക്കെ ഒരു ജസ്റ്റിസ് ഫാത്തിമ ബീവി മരിച്ചു. ജസ്റ്റിസ് ഫാത്തിമ ബീവി മരിച്ചപ്പോ വീണ ജോർജ് അല്ല പത്തനംതിട്ട തന്നെ വീണ ജോർജ് ആ ചടങ്ങിന് എത്തിയില്ല. അവര് പിന്നെ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജി എന്നുള്ളത്. അപ്പൊ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാന്ന് തോന്നുന്നു, നമ്മുടെ ഒന്നല്ല. അതെ. അപ്പം അങ്ങനെ ആ ഒരു വിഷയത്തിനകത്ത് അന്നേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുള്ളത് ഈ സക്കീർ ഹുസൈനുമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗം സക്കീർ ഹുസൈനും വീണ ജോർജും തമ്മിൽ നേർക്കുനേരുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അതും ഈ മുസ്ലിം സമൂഹത്തിനെ എതിരാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ എല്ലാ അർത്ഥത്തിലും വീണയുടെ തോൽവി അവർ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഏകദേശം അതിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പൊ തെളിഞ്ഞു വരുന്നത്. പത്തനംതിട്ടയിലെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയാണ്. പത്തനംതിട്ട മൊത്തത്തിൽ ടൈറ്റായി. നമ്മൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒരു 5-0 ആയിരുന്നല്ലോ LDF. കഴിഞ്ഞ തവണ 5-0 ആയിരുന്നു. അപ്പൊ ആ 5-0 നിലനിൽക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ആദ്യം വന്നത്. അതായത് അബിൻ വർക്കിക്ക് എതിർപ്പുണ്ടായിരുന്നു. പോസ്റ്റർ പ്രചരണം വന്നു. പിന്നെ വിജയ് ഇന്ത്യയുടനെ അനീഷ് വരിക്കണ്ണാമല തുടങ്ങിയ നേതാക്കന്മാർ. അനീഷ് വരിക്കണ്ണാമല ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്, KPCC സെക്രട്ടറിയാണ്. അപ്പം അദ്ദേഹം ആറന്മുള മണ്ഡലംകാരനാണ്. വിജയ് ഇന്ത്യയുടെ മണ്ഡലംകാരനാണ്. ഇവർക്കൊക്കെ സീറ്റ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആദ്യമൊക്കെ ഇവർ ചെറിയൊരു അല്പം ഒന്ന് ചവിട്ടിയായിരുന്നു. പക്ഷേ അബിൻ വർക്കി ഇവരെ എല്ലാം പോയി നേരിൽ കണ്ടു. ഇവരെല്ലാമാണ് ഇപ്പോൾ പ്രചരണം നയിക്കുന്നത്. ഇതിനിടയ്ക്ക് വീണയുടെ ഒരു വിചിത്രമായ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഞാൻ ആറന്മുള മണ്ഡലത്തിൽപ്പെട്ട ആളാണെന്നും പറഞ്ഞൊരു പ്രചരണം വീണ പ്രചരണം നടത്തുന്നത്. അതായത് അബിൻ വർക്കി വന്ന ആളാണ്, കുമ്മനം രാജശേഖരനും വന്ന ആളാണ്, കോട്ടയം ജില്ലക്കാരനാണ്. ഞാൻ മാത്രമാണ് ആറന്മുള മണ്ഡലത്തിലുള്ള ആള്. ഞാൻ എന്റെ ജന്മനാട്ടിലാണ് മത്സരിക്കുന്നത് എന്ന രീതിയിൽ കുറെ പോസ്റ്ററുകൾ. അതാണ് അവസാനത്തെ ഒരു ആയുധം. അതാണ് ഞാൻ ഇവിടുത്തുകാരിയാ. ബാക്കി പാർട്ടിക്കാർ അങ്ങനെ പോകുന്നവർക്ക് ഇത് ബാധകമല്ലേ? ഇവിടുന്ന് തന്നെ പല ആളുകളും പല സ്ഥലത്തും. ഇത് കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം എന്താണെന്ന് വെച്ചാലേ വേറെ ഒരു മാർഗവും ഇല്ലെന്നേ. എന്ത് മാർഗമുള്ള, എന്ത് പറയാൻ പറ്റും? വികസനം പറയാൻ പറ്റുമോ? ഈ നമ്മളെ ഈ കഴുത്തൊളുക്കിയ വിഷയം ആരോഗ്യ മേഖല തകർന്ന് കിടക്കുന്നു. ഈ 5 സീറ്റും വേണേ തോക്കാം. 5 സീറ്റും UDF പിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് അടൂരൊക്കെ ഉറപ്പാണ് UDF. ആ ഒരു രീതിയിലോട്ട് മാറി. നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായ പ്രതിഭാഹാരിയിലേക്ക് പോകാം. അതെ, ഇത് ഇവിടുന്ന് അങ്ങോട്ടാ പോകേണ്ടത്. കാരണം വിഷയമില്ലായ്മയിൽ നിന്നുണ്ടാക്കിയ ഒരു വിഷയം. ഞാൻ മുമ്പ് പറഞ്ഞ എന്താ വീണാവറി എന്താ പ്രശ്നം? വിഷയമില്ല, ചൂണ്ടിക്കാണിക്കാൻ വിഷയം. ഇവിടെ മൊത്തത്തിൽ LDF ഒരു വിഷയമില്ല. ഈ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഈ അവിടെ 2 ഘടകങ്ങളാണ് ഈ പ്രതിഭാഹാരി വിഷയത്തിന്റെ അടിസ്ഥാനം. അതെ. ഒന്ന്, CPIM ഒരു പൊതു പോളിസി തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും ഓരോ വിഷയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സർവൈവ് ഒരു ദിവസം എങ്ങനെയും തള്ളിക്കളയും. അതായത് ഇവരുടെ ഈ ശബരിമല അടക്കമുള്ള അല്ലെങ്കിൽ ഇവർക്കെതിരെ സമൂഹം ഉയർത്തിക്കേണ്ട സാധ്യതയുള്ള ഒരു വിഷയവും ചർച്ചയിലേക്ക് വരരുത്. അതുകൊണ്ട് പെട്ടെന്നൊരു വിഷയം ഇവർ ബോധപൂർവ്വം സൃഷ്ടിക്കും. ആ ഒരു ദിവസമോ 2 ദിവസമോ അതിൽ കിട്ടിയാൽ, ഉദാഹരണത്തിന് നമ്മുടെ പാണക്കാട് തങ്ങൾ കേസ്, അതിലിപ്പോ എന്തോ ഒരാളെ പിടിച്ചെന്ന് തോന്നുന്നല്ലേ? പിടിച്ചിട്ടില്ല, ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കിയ ആളെ തിരിച്ചറിഞ്ഞു. അപ്പൊ പാണക്കാട് തങ്ങൾ കേസ് ഒരൊറ്റ ദിവസം ഉണ്ടായിക്കൊണ്ട് വരുന്നു, വലിയ ചർച്ചയാവുന്നു. ആ ചർച്ചയാകുമ്പോഴത്തേക്കും അതിലേക്ക് ഇൻട്രസ്റ്റ് മാറുന്നു. അത്തരത്തിൽ ഒരു വിഷയം ഉണ്ടാക്കാവുന്ന ലക്ഷ്യം അവർക്കുണ്ട്. അതുകൊണ്ട് ഇതെന്നല്ല, ഇനിയും ഇത്തരം വിഷയങ്ങളുണ്ടാവും. 2, ഇവിടെ പർട്ടിക്കുലർലി സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ലിജുവിന്റെ ആ കരച്ചിൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായി. അത് വോട്ടർമാരെ നെഞ്ചത്ത് കൊള്ളുന്ന കരച്ചിലാണ്. ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. ആ ഇമ്പാക്ട് ഇവരെ പേടിപ്പിച്ചു. ഒരു സഹതാപം. ഞാനെപ്പോഴും എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു നേതാവാണ്. ഞാൻ പറയും, മുനീറിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. നമ്മൾക്ക് ഞാൻ അതിനൊരു പനിനീർ പൂ പോലെ പരിശുദ്ധനായ എന്താ പറയുന്ന ഒരു മനുഷ്യനാണ് മുനീർ. ഇതേ ആയിക്കോട്ടെ, ഈ പയ്യൻ കരഞ്ഞതിൽ എനിക്കൊരു അത്ഭുതമില്ല. കാരണം അത്രയ്ക്കും സ്വാത്വികനായ, സത്യസന്ധനായ,
ഈ നമ്മളൊന്ന് പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാത്തൊരു വ്യക്തിത്വമാണ് ലിജുവിൻ്റെത്. പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന ആളാണ്. പാർട്ടിക്കൊപ്പം നിൽക്കും. ഇന്നേ വരെ ഒരു വിമതസ്വരമോ എവിടൊക്കെ മത്സരിക്കാൻ പറഞ്ഞാൽ അതായത് ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യത അയാൾ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല. ഇന്നത്തെ കാലത്തെ പ്രശ്നം സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം അറിയിക്കണം. അതെ, ഇയാള് അതിന്റെ ഒരു സാധ്യത ഉപയോഗിച്ചിട്ടില്ല. ഇയാൾ നല്ല അച്ചടക്കം. അതേസമയം ഈ ഒരിക്കൽ പരിചയപ്പെടുന്നവർക്ക് ഇഷ്ടം തോന്നുന്നൊരു നല്ല നേതാവാണ്. ഇയാൾക്ക് പറ്റിയ പ്രശ്നം ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ചു. ഉദാഹരണത്തിന് 2016 ഇയാൾ കായംകുളത്ത് മത്സരിച്ചതാണ്. അവിടെ 10-12,000 വോട്ടിന് വ്യത്യാസം പിണറായി തരംഗമെന്ന് ഓർക്കണം. അയാൾ 5 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. പക്ഷെ അയാളെ പിടിച്ച് അമ്പലപ്പുഴ ആലോചിച്ച് നോക്കിയേ. അത് പണി കൊടുത്തതല്ലേ? കാരണം സുധാകരനെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതിനുശേഷമാണ് ഇയാൾ സുധാകരനെതിരെ കൊണ്ടുപോയി അവിടെ ഇട്ടു. പല സുധാകരനല്ല, അപ്പൊ സുധാകരൻ മാറിയെന്ന് തോന്നുന്നല്ലേ, സലാമായി. അപ്പം ഇത്തരത്തിൽ ഇയാളെ ഇവർക്ക് പണി കൊടുത്ത് ഉപദ്രവിച്ചുകൊണ്ടാണ് ഇത്തവണ ലിജു അമ്പലപ്പുഴ മത്സരിക്കുമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് സുധാകരൻ വരുന്നത്. അപ്പൊ ലിജു തൃപ്പൂണിത്തറയ്ക്ക് പോകുന്നുള്ളത് ഒരു ശ്രുതി വന്നു. പിന്നെ പെട്ടെന്ന് വീണ്ടും എടുത്ത് കായംകുളം. അയാളെ കായംകുളത്ത് തന്നെ നിർത്തിയിരുന്നെങ്കിൽ പണ്ടേ കായംകുളത്ത് നിർത്തിയാൽ കായംകുളം പിടിച്ചെടുക്കാൻ. ഇപ്പോഴും ഞാൻ പറയണത് അയാൾ 3 തവണ തോറ്റു ദയനീയമായിട്ട്. അപ്പൊ സ്വാഭാവികമായും അയാളെ രാഷ്ട്രീയ ഭാവി, അതായത് കഴിവില്ലാത്തതുകൊണ്ടല്ല, വെറും മണ്ടന്മാര് ജയിച്ചു വരുമ്പോൾ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ തോൽക്കുന്നു എന്നുള്ള അയാളുടെ ഒരു ഫീൽ അയാൾക്ക് ഉണ്ടായതുകൊണ്ട് നാച്ചുറലി അയാൾ കരഞ്ഞതാണ്. ഉണ്ണിത്താന്റെ അവസ്ഥയായി ഇല്ലേ? ഉണ്ണിത്താൻ നിന്നിടത്തൊക്കെ നിന്ന് തോറ്റിട്ട് അവസാനം പുള്ളിക്ക് ഒരു പാർലമെന്റിൽ ജയിക്കാൻ. ഉണ്ണിത്താൻ ഈ ഒട്ടും സിൻസിയർ ആയ ഒരു മനുഷ്യനല്ല. ഞാൻ പറഞ്ഞത് ആ അവസ്ഥയാണ്. ഒരിടത്ത് കോടിയേരിക്കരുത് മത്സരിക്കുന്നു, കുണ്ടറ മത്സരിച്ചു. ഉണ്ണിത്താന് പറ്റിയത് എന്താന്ന് വെച്ചാൽ തലശ്ശേരി മത്സരിച്ചു, കുണ്ടറ മത്സരിച്ചു. ഉണ്ണിത്താന് പറ്റിയത് എന്താന്ന് വെച്ചാൽ ഉണ്ണിത്താന്റെ ഭാഗ്യമുള്ള ആളായിരുന്നു. ഉണ്ണിത്താനെ ആ വർഷം പരിഗണിച്ചേരുന്നില്ല. ഓർക്കണം, 2019 മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റം അല്ലെ കിട്ടിയാൽ പകുതിയെ കിട്ടത്തുള്ളൂ. കാസർഗോഡ് കിട്ടത്തില്ല. കാരണം കാസർഗോഡും പാലക്കാടും ആറ്റിങ്ങലും അവർക്കില്ല. അപ്പൊ അത്തരം സാഹചര്യത്തിൽ പിടിച്ചെടുക്കാൻ കൊണ്ടുപോയത് അത് അങ്ങനെയും കൊണ്ടുപോയതല്ല. അല്ലല്ല, അതെന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി വളരെ രസകരമായ കഥ. എനിക്ക് ഉണ്ണിത്താനോട് അന്ന് വളരെ അടുപ്പമാണ്. അപ്പൊ ഈ സീറ്റിന്റെ ചർച്ചകളിലൊക്കെ ഞാനുമായിട്ടാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കും. എന്റെ ഉപദേശം 2019 പുള്ളിക്ക് ഗുണമുണ്ടായി. ഞാനാണ് പുള്ളിയോട് പറഞ്ഞത്, ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് ഞാനാണ് സ്ഥാനാർത്ഥി പറയാൻ പറഞ്ഞ ഞാനാ. കാരണം എന്താ വെച്ചാൽ ഞാൻ അറിഞ്ഞിരുന്നു പുള്ളിക്ക് സീറ്റ്, അതായത് കാസർഗോഡ് ടി സിദ്ദിഖിനെയാണ് പരിഗണിക്കുന്നത്. മുമ്പ് ടി സിദ്ദിഖായിരുന്നു. അപ്പൊ ഉമ്മൻചാണ്ടിക്ക് ടി സിദ്ദിഖിനെ നല്ല സീറ്റ് കൊടുക്കണം, വയനാട് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അതല്ല അതങ്ങനെ, അത് കഥ പറയാം, ഞാൻ ആ കഥ ഫുൾ പറയാം. അപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡന്റ്. അപ്പൊ ആർക്കും അറിയത്തില്ല രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന്. അപ്പൊ കാസർഗോഡ് പറഞ്ഞു, ടി സിദ്ദിഖിന്റെ പേര് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അല്ല അതെന്താ, ഇല്ല എനിക്ക് ആ സീറ്റ് വേണ്ട. അപ്പൊ പറഞ്ഞു എന്നാ ആ വേറെ ആർക്കും കൊടുത്താൽ പറഞ്ഞു. മുല്ലപ്പള്ളിക്ക് ആകെപ്പാടെ ഒരു അനുയായി ഉള്ളത് ഈ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. എന്നാ പിന്നെ ഉണ്ണിത്താൻ കൊടുത്തു, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് സീറ്റ് വിഭജനം കഴിയപ്പെടാണ് അറിയുന്നത് സിദ്ദിഖിന് സീറ്റില്ല, ഇയാൾ വരുമെന്ന്, രാഹുൽ ഗാന്ധി ഉടൻ സിദ്ദിഖിന് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പം ഈ വിവരം ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോഴത്തേക്കും രാജ്മോഹൻ ഉണ്ണിത്താനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഉടനടി ഒരു പ്രസ്ഥാനം ഇറക്കുക, എല്ലാവർക്കും നന്ദി, ഞാനാണ് കാസർഗോഡ് കയറി തീരുമാനിച്ചത് പ്രസ്ഥാനം ഇറക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ സിദ്ദിഖ് വരും. അപ്പൊ പുള്ളി എന്നോട് നീ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇയാളുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞ് ഇവർ ആപ്പിലായി. ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവസാനം സുധാകരനെ ഏൽപ്പിച്ചു പുള്ളിയോട് സംസാരിക്കാൻ. പുള്ളി 10 തെറി സുധാകരനെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ പത്രസമ്മേളനം നടത്താൻ പോകുന്നു പറഞ്ഞു. എന്നാ വേണ്ട, കുഴപ്പമില്ല, അങ്ങനെയാണ് കിട്ടുന്നത്. സിദ്ദിഖ് അതുകൊണ്ട് നിയമസഭ വന്നു. അത് രാഹുൽ ഗാന്ധി വന്നപ്പോ ആദ്യം വരുന്നു സിദ്ദിഖ് ഇല്ലാന്ന് പറഞ്ഞു, പിന്നെ രാഹുൽ ഗാന്ധി വരുന്നില്ല, അപ്പൊ സിദ്ദിഖ് ആകുന്നു. ഇതങ്ങനെ മാറിയൊരു കളി ഉണ്ടായിരുന്നു. എനിവേ, അപ്പം ഈ ലിജു ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ്, നിർബന്ധമായും ജയിക്കേണ്ട മനുഷ്യനാണ്. അപ്പൊ ഇത് കരഞ്ഞപ്പോ ഇവർക്ക് പേടിയായി. ഈ സഹതാപ തരംഗത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇവർ നാടകം പ്ലാൻ ചെയ്തപ്പോഴാണ് ആ പൊട്ടൻ, ആ ഞരമ്പൻ ഈ വിവരക്കേട് കൂടി പറഞ്ഞു പോയതാണ്. അല്ല, എന്നാലും ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞ സാധനമുണ്ട്. CPM-കാർക്ക് അത് ബാധകമല്ല. അല്ല, അവർക്കത് വിഷയമല്ല. MM മണിയൊക്കെ പറഞ്ഞ ഗ്രാമീണ ശൈലിയാണ്. അതെ, അതായത് ഒരു തനി നാട്ടുംപുറത്തുകാരന്റെ ജീവിത സാഹചര്യം പറ്റിപ്പോയതാണ്. മറ്റേ പണി പിന്നെ പെമ്പിളൊരുമക്കാരൊക്കെ എല്ലാതാ ചെയ്തിരുന്നു. എല്ലാത്തിലും പുള്ളിക്ക് മറ്റേ പണിയാണ്. വിജയരാഘവൻ, രമ്യ ഹരിദാസ്, ഈ അരിതാ ബാബുവിനെ കുറിച്ച് എന്തായാലും പാൽക്കാരി പെണ്ണെന്ന് പറഞ്ഞ് എന്തെല്ലാം വൃത്തിയോടല്ലേ പറഞ്ഞു. ആ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാത്തൊരു കൊച്ച് എത്ര പരാതി കൊടുത്തു. അന്നേരം പിണറായി വിജയന് രക്ഷകവേഷവും ഇല്ലായിരുന്നു,
അന്നേരം സ്ത്രീ പരിരക്ഷയില്ലായിരുന്നു, സ്ത്രീ സുരക്ഷയില്ലായിരുന്നു. ഇപ്പോഴത്തെ ഇത് അയാളുടെ വായിൽ നിന്ന് വന്നു. അത് ഒരു രസകരമായ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇയാളെ കോമാളി വേഷധാരി എന്ന് വിളിച്ചില്ലേ, കോമാളി വേഷമാണെന്ന് പറഞ്ഞില്ലേ ആരാ, നമ്മുടെ തോമസ് ഐസക് പാലക്കാട്ട് പിഷാരടിയെ അതിന് കൃത്യമായി മറുപടി കൊടുത്തപ്പോൾ തോമസ് ഐസക് അതിനകത്ത് ഖേദം പ്രകടിപ്പിച്ചു. വിഷയം അവിടെ തീർന്നു. ഇവിടെ ഇയാള് പറഞ്ഞു, അയാൾ ഖേദം പ്രകടിപ്പിച്ചു, ലിജു മാപ്പും പറഞ്ഞു. അപ്പോഴും വിഷയം തീരുന്നില്ല. അത് 2 ചാനലുകളാണ് ഇത്. അവരൊരു നൈറ്റ് ചർച്ചയാക്കി, രാത്രി ചർച്ചയാക്കി. ഈ സാധനം എന്താണ്, ഒരാള് ഒരു അപകീർത്തികരമായ ഒരു പ്രസ്താവന നടത്തുന്നു, ആ ആള് അയാൾ തെറ്റ് മനസ്സിലാക്കിയത് തിരുത്താൻ ശ്രമിക്കുന്നു, അയാളെ പുറത്താക്കുന്നു, പാർട്ടി പുറത്താക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ വിഷയത്തെ തൂങ്ങിക്കിടക്കുമ്പോൾ നമുക്കറിയാം ഇവരുടെ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ സ്ത്രീ എന്തിനാണ് പൊട്ടിക്കരഞ്ഞത്? അവർ പൊട്ടിക്കരയാൻ മാത്രം. ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞ വിഷയം നമ്മൾ കണ്ടിട്ടില്ല. ഇവരുടെ മകൻ മയക്കുമരുന്ന് കേസ് പിടിച്ച് പോയി കഴിഞ്ഞാൽ അവർ പൊട്ടിക്കരഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. പൊട്ടിക്കരഞ്ഞില്ല, അന്നേരം അവർ പൊട്ടിത്തെറിക്കുകയോ വ്യഭിചാരികൾ എന്ന് പറഞ്ഞു. പിന്നെ പുരുഷന്മാരെ സ്ത്രീകളെയും നിങ്ങളൊക്കെ മാംസം വിറ്റ് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഈ അതേ പറഞ്ഞ സ്ഥിതിയാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഇത്രയധികം സദാചാരമായിട്ട് പറഞ്ഞു. പക്ഷെ ചീറ്റിപ്പോയി, അക്ഷരാർത്ഥത്തിൽ മനോഹരമായിട്ട് ചീറ്റിപ്പോയി. മാത്രമല്ല ഗുണ്ട് പൊട്ടിയില്ല. ആ ഗുണ്ട് പൊട്ടിയിട്ട് മാത്രമല്ല, ലിജുവിന്റെ ഗ്രാഫ് ഉയർന്നു. ലിജുവിന്റെ മാത്രമല്ല, കേരള ഒട്ടാകെ UDF കുറച്ചുകൂടെ ഒരു ഗ്രാഫ് ഉയർന്നു. അതായത് ലിജുവിനെ സംബന്ധിച്ച്, ലിജു ഞാൻ പറഞ്ഞു ഇതിന്റെ അകത്ത് അയ്യപ്പന്റെ ഇടപെടലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവര് കയറാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ ഓരോ സ്ഥലം നോക്കൂ. ഇന്ന് ആ കൊടിമര കേസിൽ അതെന്നാ അത് പറയാം. കൊടിമര കേസ് UDF തലയിൽ വെക്കാൻ കൊണ്ടുവന്ന, അതായത് സ്വർണ്ണക്കൊള്ള, നമ്മുടെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചതിന് എഗൻസ്റ്റ് ആയിട്ട് ഒന്ന് ഇവർക്ക് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി തന്ത്രിയുടെ പേര് പറഞ്ഞ് അന്നത്തെ UDF ഭരണസമിതി സ്വർണ്ണക്കൊടിമരം കൊണ്ടുവന്നതിനകത്ത് കൃത്രിമത്വം കാണിച്ചു എന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. ആ സാധനം വിജിലൻസ് അന്വേഷിച്ചിട്ട് യാതൊരു തെളിവുമില്ല. ദേവസ്വം അന്നത്തെ മെമ്പർമാരായിരുന്ന അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും കൂടി മോഷ്ടിച്ചെന്നുള്ള രീതിയിൽ ഇവിടെ പ്രചാരണം കംപ്ലീറ്റ് പൊളിഞ്ഞ് പാളിഷായി. ഇതേ പിണറായിയുടെ വിജിലൻസ് തന്നെ കോടതി റിപ്പോർട്ട് കൊടുത്ത് കോടതി ആ കേസ് റദ്ദാക്കി. യുവമാരെ സ്വർണം കട്ടവൻ ആരപ്പാന്ന് പറഞ്ഞ് ഇവരുടെ പുറത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കൃത്യസമയത്ത് ഈ വിജിലൻസ് കൊടുക്കാൻ കാരണമുണ്ട്. ഭരണം മാറാൻ പോകുന്നുള്ള മനസ്സിലായി. ഇപ്പൊ ഇവരുടെ മേൽനോട്ടം ഇല്ല. ഇവര് വെറും കാവൽ മന്ത്രിസഭ മാത്രമാണ്. ഇവരുടെ മേൽനോട്ടം ഇല്ല. അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. വളരെ ആശ്വാസത്തിലാണ് പോലീസ് സംവിധാനം. വളരെ ആശ്വാസത്തിലാണ്. ഒരു പ്രഷറും ഇല്ല. അവർ കൃത്യമായിട്ട് ആൾക്കാരെ എല്ലാം പിടിക്കുന്നുണ്ട്. വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇവർക്ക് ഇപ്പൊ ഭയമുണ്ട്. അല്ല, ഇപ്പം ഇടതുപക്ഷത്തിനും ഭയമുണ്ട്. ആർക്കെതിരെയുണ്ട്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലാണ് പോലീസ് സംവിധാനം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ തോന്നിവാസങ്ങൾ കൃത്യമായി നോക്കി വെച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അയ്യപ്പൻ. അപ്പൊ ഇവമാർ ഇനി ഒരിക്കലും വരരുത് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് കൃത്യമായി ഇവർ എന്തെല്ലാം നാടകം കളിച്ചാലും കൃത്യസമയത്ത് കൃത്യമായി പണി കിട്ടിക്കൊണ്ട്. അല്ലേ? അതാണ് സംഭവിച്ചത്. പൂർണ്ണമായും UDF അനുകൂലമാവുകയും ലിജു ജയിക്കണം എന്നുള്ളതൊരു ലിജുവിന്റെ പ്രസംഗം ഞാനത് ഇപ്പോഴാണ് കേൾക്കുന്നത് കേട്ടോ. ഇന്നാ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു. വാർത്ത കണ്ടെന്നെങ്കിൽ ഇന്ന് ഞാനത് കണ്ടില്ലായിരുന്നു. വാർത്ത കണ്ടു. അയാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ഒരിക്കലും ഒരു ആക്ടിംഗ് ഒന്നും അല്ല. ഞാൻ പ്രസംഗം പറയുമ്പോൾ എന്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതുപോലല്ല അതേസമയം എന്നെ ഒരാൾ അധിക്ഷേപിച്ച് എനിക്കൊരു കരച്ചിൽ വരത്തില്ല. എന്നെ അധിക്ഷേപിച്ചാൽ എനിക്ക് കലിപ്പാ വരുന്നത്. ഞാൻ അതിന് നല്ല കലിപ്പിനെ മറുപടി പറഞ്ഞു, കരച്ചിൽ വരത്തില്ല. ഒരാൾ അധിക്ഷേപിക്കുമ്പോൾ നമുക്ക് കലിപ്പുണ്ടാകും. കലിപ്പെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത്, നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഒരു അന്യായം കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കരച്ചിലല്ല. അതേസമയം നമുക്കൊരു ജീവിതത്തിൻ്റെ ഒരു നിസ്സഹാവസ്ഥയിൽ നമുക്കൊരു ഒരു കണ്ണുനീര് വരും. ആ നിസ്സഹാവസ്ഥയിൽ നിന്ന് കരഞ്ഞതാണ് ലിജു. അതേസമയം ഇത് കള്ളക്കരച്ചിലാണ്. ഇത് ബോധപൂർവ്വം തെരഞ്ഞെടുപ്പിലാക്കി ആരോ PR ഏജൻസി പറഞ്ഞതനുസരിച്ച് ഇനി മറ്റേ സാധനം വെച്ച് ഈ സീരിയൽ ഗ്ലിസറിൻ വെച്ച് ആക്കിയതാണെന്ന് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒറിജിനലി അങ്ങനെ സാഹിത്യം ആർക്കും അറിയാൻ പറ്റില്ല. മാത്രമല്ല, മാധ്യമ പ്രവർത്തനം മുഴുവൻ വേശ്യകൾ എന്ന് വിളിച്ച ആളാണ്. ആ ശരീര വിൽപ്പനക്കാരി എന്ന് വിളിച്ച ഒരാൾക്ക് ഇങ്ങനെ അവരെ വിളിച്ച് എങ്ങനെ കരച്ചിൽ വരുന്നത്? അത് പറഞ്ഞതിന് ഒരു പ്രശ്നവുമില്ല. അതിനൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാപ്പും പറയുന്നില്ല, ഖേദവും പറയുന്നില്ല, അതിനകത്തൊരു സ്ത്രീ വിരുദ്ധ പരാമർശമൊന്നും പറയുന്നില്ല. എല്ലാം അത് ഓക്കെയാണ്. ഇത് മാത്രമാണ് പ്രശ്നം. എന്നിട്ട് ഇന്ന് ഏതായാലും പിണറായി വിജയൻ കപ്പ് കിട്ടിയില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് പൊക്കി പിടിച്ചിട്ടില്ല. അത് പക്ഷെ പുള്ളി പ്രതിഭയ്ക്ക് വേണ്ടിയാണ് ഇന്ന് പത്രസമ്മേളനം നടത്തി. ഇത് ഈ പറയുന്നതെല്ലാം തട്ടിപ്പാണെന്നും തെരഞ്ഞെടുപ്പിലാക്കിക്കൊണ്ട് ഇവരൊപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യാസമാണെന്നും കേരളത്തെ ജനത തിരിച്ചറിയും. എല്ലാ അഭ്യാസവും തിരിച്ചറിഞ്ഞു. എന്താ ജനം ഇത്ര പൊട്ടന്മാരാണെന്ന് ഇവർ കരുതി. കാരണം നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയ ഉപഭോഗം കൂടിയിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് പലതും സംഭവിക്കും. അതായത് കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വന്നാലും സ്വാഭാവികമായി ഇത് മുമ്പിൽ വരും, അത് പൊളി വരും. പിന്നെ എന്ത് വിഷയം ഇവർ ഉയർത്തിക്കൊണ്ട് വന്നാലും
തക്കതായ മറുപടി ഉടൻ വരും. അപ്പം ഇന്നലെ ഇവര് ഈ പിന്നെ പ്രതിഭയുടെ കരച്ചിൽ കൊണ്ടുവന്നതിന് തൊട്ട് പറയാം കഴിഞ്ഞ വർഷത്തെ അരിതയുടെ ഒരു പിന്നെ പ്രതികരണം എടുത്ത സൈബർ യൂത്ത് കോൺഗ്രസിന്റെ സൈബർകാരാന്ന് തോന്നുന്നു അവരെടുത്തോണ്ട് സൈബർ ഒന്നും അവർക്കില്ല ഇപ്പൊ ആളുകളെ, അതായത് എല്ലാരും എടുത്തിട്ടു. അരിത തന്നെ രംഗത്ത് വന്നു. എനിക്ക് കിട്ടാത്ത എന്ത് പരിഗണന എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവര് വന്നു. അവര് വന്നു കഴിഞ്ഞാൽ തീർന്നില്ല, കഥ കഴിഞ്ഞു, അപ്പോഴേ കഴിഞ്ഞു. എന്തായാലും നമുക്ക് മൂന്നാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം. അതെ, മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ കൂടി ഉൾപ്പെട്ട ഒരു വിഷയമാണ്. ശ്രീലേഖ നമുക്കറിയാം, കേരള പോലീസിലെ ആദ്യത്തെ വനിതാ IPS കാരിയാണ്, ആദ്യത്തെ DGP ആണ് ആർ ശ്രീലേഖ. ആ ശ്രീലേഖ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി. അപ്പോൾ അവർ തിരുവനന്തപുരം നഗരസഭ കൗൺസിലറാണ്. നല്ല ഭൂരിപക്ഷത്തിൽ ശാസ്ത്രമംഗലത്ത് അവർ ജയിച്ചു. മേയറാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. പക്ഷേ ഒടുവിൽ അവർ മേയർ അല്ലാതായി. അപ്പോൾ അവർ ഒരു ഇന്റർവ്യൂ മറുനാടിന് നൽകുന്നു. ആ ഇന്റർവ്യൂ ഇന്നലെ സംപ്രേഷണം ചെയ്യുന്നു. ആ ഇന്റർവ്യൂ പൂർണ്ണമായും സത്യസന്ധമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ, മിനിഞ്ഞാന്ന് പകൽ ഇന്റർവ്യൂ എടുത്തു. അവർ തിരക്കിൻ്റെ ഇന്റർവ്യൂ എടുത്തിട്ട് പോയി. ഇന്നലെ രാവിലെ ഞാൻ നേരം വിളക്കും എനിക്കൊരു മെസ്സേജ് വന്നു, ഷാജൻ അത് കൊടുക്കരുത്. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ മെനക്കെട്ടിരുന്നാണ്. ഷാജൻ അത് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് ഞാൻ ഒത്തിരി കാര്യങ്ങളും ഷാജനോടായാലും എനിക്ക് നുണ പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ സത്യസന്ധത പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പം പോലീസിന് മോശമാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം അങ്ങനല്ല, മാഡത്തിന്റെ ആത്മാർത്ഥത അതിനകത്ത് കൃത്യമായി വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അതിനകത്ത് മാഡം ആവശ്യമില്ല. അങ്ങനെ ഞാൻ നിരവധി തവണ കൺവിൻസ് ചെയ്യിപ്പിച്ചത് കൊടുക്കുന്നത്. പക്ഷേ ആ അർത്ഥത്തിൽ ആ വീഡിയോ അവർക്ക് പോസിറ്റീവാണ്. അവർ ഈ മാപ്പ് പറഞ്ഞത് മാത്രമാണ് അതിൻ്റെ അകത്തൊരു നെഗറ്റീവായത്. യഥാർത്ഥത്തിൽ ആ വീഡിയോ, കാരണം അവരൊരു ബോൾഡ് സ്ത്രീയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല അവർ നാച്ചുറലി പറഞ്ഞതാണ്. മാപ്പ് പറഞ്ഞ് ഒഴിവാക്കാം. അതിന്റെ പ്രശ്നം ഇവർ ഒരു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് തച്ചങ്കരി വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർക്ക് അങ്ങ് വിഷമായി. യഥാർത്ഥത്തിൽ ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ കണ്ടോ? ഇന്റർവ്യൂ കാണാൻ. അപ്പൊ ഇന്റർവ്യൂ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവര് വളരെ ആത്മാർത്ഥം. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ സ്റ്റുഡിയോയിൽ ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ കുറച്ച്, അപ്പൊ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, സത്യം പറഞ്ഞാൽ അവരുടെ ഇന്റർവ്യൂ 2 മണിക്കൂർ എടുത്താലും തീരുമില്ല. അപ്പൊ അവർ ഈ ടൈറ്റ് ഷെഡ്യൂളിന്റെ ഇടയിലാണ്. അതിനിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് വെള്ളയമ്പലത്ത് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് അതിന് മുമ്പാണ് ഇടവേളയിൽ വന്നാണ്. അപ്പം ഈ 1 മണിക്കൂറിനുള്ളിൽ ഇത് തീർക്കണം. ഇതായിരുന്നു 1 മണിക്കൂർ പോലും ഇല്ല, ഒരു 50 മിനിറ്റ്. ആ 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് തന്നെ ഒരു ആശയക്കുഴപ്പമില്ല. എങ്കിൽ പോലും ഞാൻ പോലീസിലേക്ക് വന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോലീസിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് ഇവർ തുറന്നു. അപ്പം എന്റെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നലുണ്ട്, പണ്ട് ഇവർ തച്ചങ്കരിയായിട്ട് എന്തോ പ്രശ്നമുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇവരൊന്ന് തുറന്നു പറഞ്ഞു, ആ തച്ചങ്കരിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞു. ആ ഒരു ഫ്രണ്ട്ലി ടോക്ക് ഉണ്ടല്ലോ. അപ്പൊ ഞാനത് കിളിക്കിളി ചോദിച്ചു. അപ്പം ഈ തച്ചങ്കരി അവരെന്നോട് പറഞ്ഞു വളരെ വിചിത്രമായ സംഗതി. അതായത് ഇവരും തച്ചങ്കരിയും ഒരു ബാച്ചായിരുന്നു. തച്ചങ്കരി പ്രായം കുറവാണ്, കുറച്ച് സീനിയോറിറ്റി ഉണ്ട്, 2 കൊല്ലം കൂടെ പ്രായം കുറവാണ്. പക്ഷേ ഇവർ രണ്ടും ഒരു ബാച്ചായിരുന്നു. ഇത് മാത്രമല്ല, മസൂറിയിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഈ 2 മലയാളികളേ ഉള്ളൂ ആ ബാച്ചിൽ. പക്ഷേ ആ ദ വെരി ഫസ്റ്റ് ഡേ മുതൽ തച്ചങ്കരിക്ക് ഇവരെ കലിപ്പാന്നാ പറയുന്നത്. കാരണം അവർക്കൊരു വെല്ലുവിളി, അദ്ദേഹത്തിന്റെ എന്തോ ആ വിദ്വേഷം തുടർന്നു എന്ന് പറഞ്ഞ് ഇവർ ഈ കഥയങ്ങ് സർവീസ് മൊത്തം തുടർന്നു, സർവീസ് മുഴുവൻ തുടർന്നു. ഇവർ രോഗിയായി മാറുന്നുണ്ട്. ഇവരുടെ ഈ തച്ചങ്കരിയുടെ ഹരാസ്മെന്റ് കാരണം ഇവർ രോഗിയായി. ഈ കഥയല്ല ഇവർ പറയുന്നു. ഈ കൂട്ടത്തിലാണ് പോലീസിൽ ഇവരുടെ ഒരു സീനിയർ ഓഫീസർ ഇവരെ കയറി പിടിച്ചത്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതല്ല, ഒരു DYSP, ഇവര് ASP ആയിരുന്നപ്പോ കീഴുദ്യോഗസ്ഥനാണ്. അപ്പം ഇവർ സൗഹൃദത്തിൽ പെരുമാറുന്നു. ഉടനെ ഇയാൾ തെറ്റിദ്ധരിക്കുന്നു, ഇയാൾ താല്പര്യം കാണിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. ആലോചിക്കുക, SI ആയി കയറി DYSP ആയിരുന്ന ആളെ സംസാരിച്ചു. പിന്നെ വേറെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പൊന്നാലെ എന്ന് ഐ ലവ് യു പറഞ്ഞു, അത് പറഞ്ഞു. പിന്നെ വേറെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ വസ്ത്രധാരണത്തെ കുറിച്ച് ഇവരോട് പരാതി. ഇങ്ങനെയെല്ലാം പോലീസിലുള്ള ഈ സ്ത്രീ വിരുദ്ധ കാര്യങ്ങൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ചോദ്യം, ഈ ഒരു ഇത്രയും നമ്മൾ വിചാരിക്കുന്ന IPS കാരെന്ന് പറഞ്ഞാൽ തീർന്നെന്നാണ്. അതെ, ഈ മുതിർന്ന അവര് പോലീസ് ജോലിക്ക് കയറുന്നത് തന്നെ DYSPയുടെ മുകളിലത്തെ റാങ്കിലാണ്, ASP റാങ്കിലാണ്. അവിടുന്ന് കയറിയിരിക്കുന്ന ഇവരുടെ അവസ്ഥ ഇതാണെങ്കിൽ 2 ചോദ്യമാണ്. ഈ നാട്ടിലെ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? 2, ഈ നാട്ടിലെ വനിതാ പോലീസുകാരുടെ അവസ്ഥ എന്താണ്? ഇതിനപ്പുറമാണ്. നമുക്കറിയാലോ, പത്തനംതിട്ട ഇരുന്ന ഒരു SP 2 വനിതാ പോലീസുകാർക്ക് രാത്രി മെസ്സേജ് അയച്ചത് സംഭവം ഓർക്കുന്നു. മറ്റേ തിരുവനന്തപുരത്തേക്ക് വിനോദ് കുമാർ എന്ന് പറയുന്ന പത്തനംതിട്ട SP രാത്രി ആയപ്പോ അല്ല, ആ മെസ്സേജ് അല്ലേ ഉള്ളൂ. പലപ്പോഴും
ഈ ഒരു 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 സ്റ്റേഷന്റെ ചുമതലയുള്ള SI അല്ലെങ്കിൽ SHO ഇരിക്കുന്ന CI, അവരുടെ കീഴിലുള്ള ഒരു വനിതാ പോലീസ് പുതുതായി ഇപ്പോൾ പഴയ പോലല്ല, നല്ല സുന്ദരികളായ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ ഇവരോട് വളരെ ഇവര് ബോസല്ലേ, വനിതാ SIമാരും ഉണ്ട്, വനിതാ SIമാർ, ഇപ്പൊ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, ഇവരോട് ഒരു അഡ്വാൻസ്മെന്റ് എടുത്താൽ, സെക്ഷൽ അഡ്വാൻസ്മെന്റ് എടുത്താൽ ഇവർക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയ കേരള നമുക്ക് നിയമം സംരക്ഷിക്കേണ്ട, ഈ നാട് നന്നാകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അതായത് എല്ലാവർക്കും അവകാശം തരേണ്ട ഈ ഒരു IPS ഓഫീസർക്ക് പോലും അതൊരു മെയിൽ ഷോവനിസം അവിടെ വരുന്നതായിട്ടാണ് പറയുന്നത്. അവർ പറഞ്ഞു കംപ്ലീറ്റ് ആണ്. എന്ന് മാത്രമല്ല ഇവർ പറഞ്ഞു സീനിയർ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പോസ്റ്റും ഇല്ലെന്ന് പറഞ്ഞു. സിസ്റ്റം ഈ പുരുഷന്മാരെ കൂടെ നീക്കുള്ളൂ, ഒരു പോസ്റ്റും ഇല്ല. അതായത് ശ്രദ്ധിച്ചു നോക്കി, ഒരു DGP ആയിട്ടില്ല, ക്രമസമാധാന നിലയിൽ ഒരു ADGP ആയിട്ടില്ല. കരുതുന്നത് കേരളത്തിലെ ആദ്യത്തെ ക്രമസമാധാന ചുമതലയുള്ള വനിതാ DGP ശ്രീലേഖയാവും. അല്ല, സന്ധ്യയാവുന്നത്. ശ്രീലേഖയേക്കാൾ കുറച്ച് കാലം സർവീസ് ഉണ്ടെന്ന് സന്ധ്യ. പക്ഷെ അവരാരും വന്നില്ല, ആരും എത്തിയില്ല. അപ്പോഴും ക്രമസമാധാന ഒരു DGP വെച്ചിട്ട് ക്രമസമാധാനത്തിന് പ്രത്യേക ADGP ചുമതലപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അതെ അതെ, മൊത്തത്തിൽ ഒരാളെ വെച്ചുകൊണ്ട് വളരെ വളരെ ദയനീയമായ സ്ഥിതിയാണെന്ന് മാത്രമല്ല, ഇതിൽ എന്നെ ഞെട്ടിച്ചത് ഈ ഇന്റർവ്യൂവിൻ്റെ അകത്ത് അവർ പറയാതെ, ഞാൻ ചോദിച്ച രാഷ്ട്രീയക്കാരുടെ സമീപം ഒരാൾ അവരെ മോശമായി പെരുമാറി. ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് എനിക്കപ്പോൾ പിടികിട്ടിയില്ല. ഞാൻ ഇന്റർവ്യൂവിന് ശേഷം ചോദിച്ചു. അപ്പൊ എന്നെ വെളിപ്പെടുത്തിട്ട് പറഞ്ഞു, ഷാജ ഇതെങ്ങാനും പറഞ്ഞ കൊല്ലൂന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഈ കക്ഷിയെ കുറിച്ച് ഞാൻ ഒത്തിരി കാലമായിട്ട് കേൾക്കുന്നതാണ്. അതെല്ലാം എല്ലാവരും പറയുന്നതാണ് ഈ കക്ഷി ഇങ്ങനെ ഉളുപ്പില്ലാത്ത ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ഈ എല്ലാരും ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന ഒരാളാണ്. അതായത് പ്രത്യേകിച്ച് ഒരു 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 ഉളുപ്പമില്ലാതെ ഈ നാട്ടിൻപുറത്തെ ഈ വൃത്തികെട്ടന്മാരുണ്ടല്ലോ, അതുപോലെ അവന്മാര് തരുമോ എന്ന് ചോദിക്കുന്ന ടീമുണ്ട്. അതെ, എനിക്ക് തരാമോ അങ്ങനെ ചോദിക്കുന്ന കക്ഷിയാണ്. അതിനൊരു കാരണം അയാളുടെ ഈ പവർ ഉണ്ട്, അയാൾ ഇരിക്കുന്ന പൊസിഷൻ, അയാളെ പവർ ഉണ്ട്. അപ്പം ആ പ്രേക്ഷകർ ക്ഷമിക്കണം പേര് പറയാത്തതില്. കാരണം ഒന്ന്, ഇവര് പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ഇതേമാതിരി ഒരുപാട് പേര് പരാതി നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരാരും രേഖാമൂലം പരാതിപ്പെടാൻ തയ്യാറല്ല. കാരണം എല്ലാവർക്കും ഭയമാണ്. അത്രയും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന, അത്രയും പവർഫുൾ ആയിരിക്കുന്ന ആളാണ്, ദീർഘകാലമായി അധികാരത്തിലുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറയാനുള്ള ധൈര്യം ഇവർക്ക് ആർക്കും ഇല്ല. അങ്ങനെ പേര് പറയാത്തത്രങ്ങൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവും, നമ്മുടെ ഇടപാട് തീർന്നു. അതുകൊണ്ട് പേടിയായതുകൊണ്ടാണ്. പരാതി കൊണ്ട് ഒരു പേടി ഉണ്ടാവത്തില്ല. അപ്പം എന്നിട്ട് ഏറ്റവും രസം, എനിക്ക് ഏറ്റവും ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാലോ, ഞാൻ വീണ്ടും രാഹുലിന്റെ കാര്യം ഓർത്തു. ഈ രാഹുൽ മാങ്കൂട്ടത്തെ സദാചാരം പഠിപ്പിക്കാൻ നടക്കുന്ന ഈ പിണറായിയുടെ ഭാഷ പറഞ്ഞ ഈ ചെറ്റകളാണ്. എന്നിട്ട് ഇവരെല്ലാം കൂടിയാണ് വല ഉണ്ടാക്കുന്നതും, ഇവരെല്ലാം കൂടിയാണ് വലയിലേക്ക് ഇയാളെ കോർത്തിടുന്നതും. അത് ഈ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരന്റെ ഒരു ബലഹീനത. അപ്പൊ ഇത് തന്നെ എങ്ങനെയാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എങ്ങനെയാണ് ഈ രാഹുലിന്റെ ഒക്കെ ഡാറ്റ എടുക്കുന്നത്? ഇവര് പോലീസ് കണക്ഷൻ ഉപയോഗിച്ച് രാഹുലിന്റെ ഡാറ്റ ശരിക്കും ആ പരാതിക്കാരും സ്വമേധയാ മുന്നോട്ട് വന്നവരല്ല. ഇവരെത്ര പറഞ്ഞവരെ അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാണ്. പോലീസ് സംവിധാനം, ഇന്റലിജൻസ് സംവിധാനം, പോലീസിലെ അവരുടെ സിസ്റ്റം ഉപയോഗിച്ചാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത്. ഈ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഇവരെ അങ്ങോട്ട് ചെന്ന് കണ്ട് ആണ് ആദ്യത്തെ പരാതിക്കാരുടെ കഥ അറിയാമല്ലോ. ആദ്യം ഈ ഇതിലേക്ക് പൂച്ചം പറഞ്ഞിട്ടാണ് ഈ രാഹുലിനെ, ഒരു സിനിമാ നടിയാണല്ലോ വന്ന രാഹുലാണെന്ന തരത്തിൽ പറയും. അപ്പോഴും ഇവര് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുമ്പോഴും പരാതിക്കാരിയില്ല. ഈ പരാതിക്കാരിയെ കണ്ടെത്തി, ഈ കുട്ടിയുടെ വോയിസ് ക്ലിപ്പും ഒക്കെ പുറത്തു വന്നു, പക്ഷേ മൊഴി കൊടുക്കാൻ തയ്യാറല്ല. ഈ വോയിസ് ക്ലിപ്പ് പോലും ഇവർ കൊണ്ടുവന്ന പോലീസ്. അതായത് എപ്പോഴും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട, ഈ പെൺകുട്ടി അല്ല, ഈ സംവിധാനങ്ങൾക്ക് ഏതൊരാളുടെയും കോൾ റെക്കോർഡ്സ് ശേഖരിക്കാനുള്ള ശേഷിയുണ്ട്. അത്ര പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റിൽ ഇരിക്കുന്നവരാണ്. ഇത് വെച്ച് ഈ പറയുന്ന നേതാക്കന്മാർക്ക് പലർക്കും ഇത്തരം ചുറ്റിക്കളികളുണ്ട്. ഈ ചുറ്റിക്കളികളുടെ വിശദാംശങ്ങൾ ഇവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ പറഞ്ഞ, ഞങ്ങൾ പറഞ്ഞ ഈ IPS പറഞ്ഞ കേരളത്തിലെ അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ വൃത്തികേട് കാണിക്കുന്ന ആളുടെ പേര് ഇവർക്കാർക്കും പറയാൻ പറ്റില്ല. കാരണം ഇവരുടെയൊക്കെ ചുറ്റിക്കളി ഇയാളുടെ കാണും. സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് രാഹുലിനെ അവർ ഉപയോഗിച്ചത്. സർക്കാരിന്റെ പ്രതിസന്ധി, സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പ്രതിസന്ധികളിൽ മറികടക്കാൻ വേണ്ടിയാണ് രാഹുലിനെ കൊണ്ടുവന്നത്. അവർ രാഹുലിനെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയമെല്ലാം ഇവർ നേരത്തെ എടുത്തു വെച്ചിട്ട്, എന്നിട്ട് അവരെ മോഡസ് ഓപ്പറാൻഡി ശ്രദ്ധിക്കണം. ഒരു സൈഡിൽ നിന്ന് ഒരാളൊരു പോസ്റ്റ് ഇടുന്നു, അങ്ങേ സൈഡിൽ നിന്ന് പോസ്റ്റ് ഇടുന്നു, ഏറ്റവും അവസാനം വന്ന ഒരാൾ ചോദിക്കുന്നു ഇത് രാഹുൽ മാങ്കൂട്ടം അല്ലേ എന്ന് ചോദിക്കും. ആണെന്ന് പറയുന്നു. അപ്പോഴും രാഹുൽ ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊന്നും മൈൻഡ് ആയിരിക്കുമ്പോൾ ഒരു അവതാരം വരികയാണ്, ഇന്ന ആളാണെന്നുള്ള സൂചന കൊടുക്കുക, പക്ഷെ പേര് പറയത്തില്ല. അപ്പോഴത്തേക്കും രാഹുലിന്റെ അടുത്തേക്ക് ഇവിടുത്തെ ചാനലുകൾ പറയുന്നു ഇത് രാഹുൽ തന്നെയാണ്, രാഹുലിന്റെ അടുത്ത് നിൽക്കുക, രാഹുൽ ഹൂ കെയർസ് എന്ന് ചോദിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ചോദ്യം മറുചോദ്യത്തിനാണ് അവർ കാത്തിരുന്നത്. അവർ ഈ സാധനം എടുത്ത്
പുറത്ത് വിടുന്നു. ഈ പുറത്ത് വിടുമ്പോഴും ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും ഏറ്റവും വലിയ തടസ്സം എന്താ? ക്രൈംബ്രാഞ്ചിന് പരാതിക്കാരില്ല. അവസാനം നമുക്ക് വ്യക്തമാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അവരെ അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും പുറത്തു പോകാൻ അവർ പിന്നെ ഇഷ്ടപ്പെടാതിരുന്ന കാര്യങ്ങളാണ് പുറത്തു പോകുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കോടതിയിൽ രാഹുൽ ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയാ, ഒരു പരാതിക്കാരിയുടെ അമ്മ പുള്ളിയോട്ട് അയച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അവര് അതിന് ശേഷവും അയക്കുന്നു. മാത്രമല്ല അയാളുടെ സ്റ്റാറ്റസ് കാണുന്നു. എന്നാണേലും ഇതെല്ലാം ഈ നമ്മളിപ്പം ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞ ഈ മഹാനൊക്കെയാണ് ഇവരെ എല്ലാം കൊടുക്കാൻ രാഹുലിന്റെ കൊടുക്കാൻ വേണ്ടി. എന്തായാലും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. പക്ഷെ എന്തായാലും പുള്ളിക്ക് തച്ചങ്കരി ചീത്ത വിളിച്ചോടുകൂടി അവര് വരണ്ടുപോയി. ഇവരപ്പം മാപ്പ് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. എന്നെ വിളിച്ചു പറഞ്ഞു, ഷാജൻ ഞാൻ അത് ഒരു മാപ്പ് പറയേണ്ട സാഹചര്യം വന്നു. പക്ഷെ അവര് തിരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവരത് മാപ്പ് പറഞ്ഞു. എന്തായാലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മറുനാടിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഇന്റർവ്യൂ വലിയൊരു കോളിളക്കമായി വലിയ വൈറലായി. ഫേസ്ബുക്കിൽ ലക്ഷങ്ങൾ കണ്ടു. അത് ഇന്നലെ ഇട്ടപ്പോ തന്നെ വൈറലായി. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ വീഡിയോ വൈറൽ. അതെ. എന്തായാലും 3 സ്ത്രീകൾ ആണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമായിരിക്കും. 3 സ്ത്രീകളും വ്യത്യസ്തമായ കാരണങ്ങളാൽ പ്രസക്തരായിരിക്കുന്നു. എന്തായാലും നാളെ വരുന്നത് വരെ നന്ദി, നമസ്കാരം.